വെൽക്കം ബാക്ക് ടു നാസിനീൻസ് ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 6:30 ഒക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ള ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഒരു തണുപ്പും ഒക്കെ ആയിട്ടുള്ള നല്ല കോടമഞ്ഞൊക്കെയുള്ള നല്ല രസമുള്ളൊരു ക്ലൈമറ്റ് തന്നെ. രാവിലെ തന്നെ ഫുൾ സീനറി ആയിരുന്നു കേട്ടോ. അപ്പം മുത്തങ്ങയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും നല്ലോണം വിശന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ മൈസൂരൊക്കെ എത്തിയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ അവിടെ നിന്ന് ഇതാ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം കേട്ടോ. അപ്പം സ്ഥിരമായിട്ട് ഞങ്ങൾ വെജാണ്, രാവിലെയൊക്കെ പോവുകയാണെങ്കിൽ കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല മസാല ദോശയും ഇഡ്ഡലിയും കേസരിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണേ. അപ്പോൾ നമ്മൾ മൈസൂർ എത്തി കേട്ടോ. ഇനി അവിടെ നിന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമായോ? പാപ്പു എന്താ കഴിച്ചേ? ഇഡ്ഡലി. ആമി കേസരി, മസാല ദോശ, ഇഡ്ഡലി. ഇഷ്ടപ്പെട്ടോ? ഇഡ്ഡലി കഴിച്ചിട്ടില്ല. അബ്ബ അതന്നെ കഴിച്ചു അല്ലേ? ഇഡ്ഡലി അല്ല മസാല ദോശ കഴിച്ചു. അപ്പൊ ഞാൻ പറയട്ടോ, ഓപ്പോസിറ്റ് പറയുന്നത്. മസാല ദോശ ഇല്ലല്ലോ, ഞാൻ ഒരു മസാല ദോശ മാത്രം. എനിക്ക് നല്ല വിഷമമാണ് കേട്ടോ. ഞാൻ നല്ല ഫുഡ് കഴിച്ച്. പിന്നെ ആമി കാപ്പി ഓർഡർ ചെയ്തു. എന്നിട്ട് കാപ്പിക്ക് ഭയങ്കര കയ്പാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു. ഇനി ഇവിടുന്ന് നേരെ ബാംഗ്ലൂര്. അപ്പൊ നമ്മളെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യാത്രയിലെ വിശേഷങ്ങളൊക്കെ നേരെ ഐക്യയിൽ ഇറങ്ങിയാൽ പോരല്ലോ, അത് വരെ ഇല്ല, വേറെ ഒന്നും കാണുന്നില്ലല്ലോ. ഹൈവേ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ 1-2 സ്റ്റോപ്പൊക്കെ നല്ല റെസ്റ്റോറന്റ് സ്റ്റോപ്പുകളൊക്കെ ഉള്ളു. അല്ലാതെ നേരെ വിട്ടാ പോരെ. അതെ, ഇനിയിപ്പോ ആർക്കും വിശപ്പൊന്നുമില്ലല്ലോ, നമുക്ക് നേരെ പോവാം. അപ്പൊ ഇനി ഇവരുടെ കലാപരിപാടികൾ, ഇവരിവിടെ കുറച്ചേരം പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടി പോവാണല്ലേ? ഓക്കെ. പാപ്പു ചെറുതായിട്ടൊന്ന് ഉറങ്ങി തുടങ്ങിട്ടോ. യാത്ര ചെയ്ത് തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഉറങ്ങും. പിന്നെ ഈ പോണ വഴികളൊക്കെ നല്ല ഭംഗിയാട്ടോ. ഒരുപാട് നല്ല വലിയ റോക്സൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇത്രയും വലുതൊക്കെ എങ്ങനെയായിരിക്കും? അപ്പോൾ ഈ ഒരു സംഭവത്തിനൊക്കെ കട്ട് ചെയ്തിട്ടായിരിക്കില്ല ഇതിൽ ഹൈവേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അത് എത്രത്തോളം വലുതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും കേട്ടോ. പിന്നെ അത് പോകുമ്പോൾ ഒരുപാട് തെങ്ങും കാര്യങ്ങളൊക്കെ കാണാം. ഇടയ്ക്ക് വിചാരിക്കും ഇത് കേരളത്തിലൂടെയാണോ പോണേന്ന്. അത്രയും നല്ല ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പാപ്പ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിപ്പം ഏകദേശം ബാംഗ്ലൂരൊക്കെ എത്തി. മറ്റേ രാജരാജേശ്വരി ഹോസ്പിറ്റൽ അതിൻ്റെയൊക്കെ ഏരിയയിലായി കേട്ടോ. ഇനി ഐക്യയിലേക്ക് കുറച്ച് സമയം കൂടെ ഉള്ളൂ അല്ലേ? അരമണിക്കൂർ അവിടെ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് ബാംഗ്ലൂർ വരാറില്ലാണ്. ഞങ്ങൾ ചിലപ്പം എന്താ പറയുക, ഇവിടെ നാസിൻ്റെ ഫ്രണ്ട് ഉണ്ട്, അല്ലാതെയും ഒക്കെ ആയിട്ട് വരാറുണ്ട്. ഇപ്രാവശ്യം കുറേ ഗ്യാപ്പിന് ശേഷം കേട്ടോ വരുന്നത് അല്ലേ പാപ്പു? പെയിന്റില്ല, ഒരു സ്റ്റാച്ചു ആണോ? മെട്രോ സ്റ്റേഷനാണ് അത് ബാംഗ്ലൂരത്തെ. ഇവിടം വരെയാണ് ആകെ മെട്രോ വന്നിട്ടുള്ളത്. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തോണ്ടിരിക്കുക. ഓ, ഇതാണ് അഞ്ജലി പറഞ്ഞത്. നീ മെട്രോയിൽ കയറിയിട്ട് വാ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ അവളുടെ ഓഫീസിൻ്റെ അടുത്തേക്ക്. എത്തിയിട്ടുണ്ടോ? നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മളിപ്പോൾ നൈസ് റോഡ് എത്തി കേട്ടോ. നല്ല നല്ല സ്ഥലവും നല്ല റോഡൊക്കെയാണ്. നാഗസാന്ദ്രയാണ് നമ്മുടെ ഐക്യമുള്ള സ്ഥലം. അങ്ങോട്ടേക്ക് പോകണം. ഈ സ്ഥലത്തന്നെ അവള് പറഞ്ഞത്
പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ, വിളിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഐക്യ എത്തി കേട്ടോ. ഇനി നമുക്ക് ഐക്യയിൽ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അടിപൊളിയിലെ ബോഗൺവില്ല സൂപ്പറായിട്ട്. ആ നമ്മള് നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. ഓ താഴെ ഇങ്ങനെ വെച്ചു കൊടുത്തത് അങ്ങനെ അടിപൊളിയായിട്ടുണ്ട്. നല്ല കളറാ. ഇവിടെ എത്തിയ പാപ്പു, പാപ്പുനെ ഐക്യത്തിയോ അമ്മയ്ക്ക് ഇവിടെ റെഡി ഉണ്ട് കേട്ടോ. ഇത്രയും നേരത്തെ യാത്രയൊക്കെ കഴിഞ്ഞപ്പോ പാപ്പുവിന്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ. അല്ലേ പാപ്പു? അതെങ്ങനെയാന്ന് കറക്റ്റ് നമ്മൾ കാണിച്ചു തരും. ഓക്കെ, പിന്നെ നമ്മളത് അവിടെ ഇറങ്ങാം. അപ്പോൾ നമ്മൾ ഐക്യയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിവിടെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ അല്ലാതെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഐക്യ എന്നുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് നേരത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. എല്ലാവരും ഒരു ചെറിയ ക്ഷീണത്തിലൊക്കെയാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ അൻസറിൻ്റെ ഫ്ലാറ്റിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇതാ അവിടേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഷോപ്പിംഗ് ഒക്കെ? പാപ്പന് ഇഷ്ടപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതാ നമ്മള് പോയിക്കൊണ്ടിരിക്കാം. ഈ ഒരു സമയം വലിയൊരു ട്രാഫിക് കാണുന്നില്ല കേട്ടോ. ടൈം ആവുന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ കാണുന്നില്ലേ? ഇതാണ് റൂട്ട് കേട്ടോ. അപ്പൊ നമ്മള് അൻസറിന്റെ വീട്ടിലേക്കുള്ള വഴിയിലാട്ടോ. അവിടേക്ക് പോവാ. നമ്മള് കിങ്ങേരി എത്തി അല്ലേ? കിങ്ങേരി എന്നായി പറഞ്ഞേ. സോറി, കിങ്ങേരി. എല്ലാത്തിലും മിസ്റ്റേക്ക് കണ്ടിരിക്കാണ്ട്. ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മള് ഫ്ലാറ്റ് എത്തിട്ടോ. അൻസർ മാമന്റെ വീട്ടിലേക്ക് പോവാണ് അല്ലേ? പപ്പന് ഇവിടെ പോവാൻ വേണ്ടിട്ടാ. ഫ്ലാറ്റിലാണ്. അപ്പം ഇതാണ് അവരുടെ ഫ്ലാറ്റ്. എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ആമിക്ക് ഒരാളെ കാണാനുണ്ട് അല്ലേ പാപ്പുന്? ആ അവിടെ ഒരു ചെറിയ ആമിക്കുട്ടി ഉണ്ട്. അപ്പൊ ആമിക്കുട്ടീനെ കാണണം അല്ലേ? പോയില്ലേ? അതെ അതെ അതെ. ചെറുതാവുന്ന സമയത്ത് നമ്മള് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യാണ് അല്ലേ? അപ്പൊ നമ്മൾ അൻസറിന്റെ വീട്ടിലേക്ക് പോവാട്ടോ. ഫ്ലാറ്റിലേക്ക് പോവാം. ഞങ്ങള് പെട്ടെന്ന് പോകട്ടോ, ഒന്നും കുഴപ്പമില്ലല്ലോ. മതി അല്ലേ ഇറങ്ങിയതിന്? എടാ ഞങ്ങൾക്ക് അതെ, പക്ഷെ എനിക്ക് കുറച്ചധികം സമയം നിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വിഷമം. ഞാൻ പറയാം അക്കീറക്ക് മിഠായി ഒന്നും വാങ്ങിച്ചില്ല. ഞങ്ങൾ അങ്ങനത്തെ പ്ലാനായി പോയി.
മൂപ്പര് വേറെ ഇവിടെ ആൾക്കാരൊക്കെ ആരെങ്കിലും വന്നൊന്ന് വീഡിയോ എടുക്കുമോ എന്നുള്ള ഇതിലിങ്ങനെ ഉറക്കത്തിലിരുന്നു ഉറക്കത്തിൽ നിന്ന് ഞാൻ ചോദിച്ചു ആമിനെ കാണാൻ വരുന്നു വേറൊരു ആമിനെ അത് വിചാരിച്ച് ചാടി അതിൽ കൊള്ളുന്നില്ല വേറെ വാങ്ങിച്ചു അതിന്റെ ഉള്ളിൽ പോയിട്ട് സീറ്റ് കയറി സീറ്റ് തന്നെ ഇരിക്കും കാര്യമൊന്നുമില്ലല്ലോ. ട്രാഫിക്കും ഉണ്ടാവും. ആ നല്ല ട്രാഫിക് ഉണ്ടാവും, അതുകൊണ്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അഞ്ജലി പറഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റി അതന്നെ. അപ്പോൾ അൻസറിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായത് അഞ്ജുവിനെയും ഫാമിലിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. കാരണം അൻസറിൻ്റെ വീട്ടിൽ നമ്മൾ കുറേ സമയം ഇരുന്നിട്ടുണ്ടായി. അതിന് ശേഷം കേട്ടോ അഞ്ജുവൊക്കെ വന്നിട്ടുണ്ടായത്. അപ്പോൾ അവരെ കണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. എനിക്ക് കുറച്ച് സമയം നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല എൻ്റെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് പറ്റി കേട്ടോ. അതായത് ടൈമൊന്നും ഞാൻ നോക്കിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നമ്മൾ എന്താ പറയുക ഒരു 1 ഡേ ട്രിപ്പാണ് ഞങ്ങളുടെ പ്ലാനിലുണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ച് ഞങ്ങൾക്ക് ബോർഡർ കടക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. 9 മണിയാകുമ്പോഴേക്കിനും ബോർഡർ അടയ്ക്കുമല്ലോ. അപ്പം ഞാനതൊന്നും പ്ലാൻ ചെയ്യാതെ അവരുടെ അടുത്ത് വരാനും പറഞ്ഞു. അവർ വന്നു. പക്ഷെ എനിക്ക് ജസ്റ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഞങ്ങളെന്നും സംസാരിക്കുന്നതുകൊണ്ട് അതൊരു വിഷയമായിരുന്നില്ല. പക്ഷേ ഒരു വലിയ എന്താ പറയുക ഒരു റിസ്ക് എടുത്ത് വണ്ടി ഓടിക്കേണ്ടി വന്നു കേട്ടോ, കുറച്ച് സ്പീഡിൽ. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ യാത്രയിലൊരു കുറച്ചൊരു ഇതായിട്ടുള്ളത്. പക്ഷേ എന്നാലും ഞങ്ങൾ ബോർഡറൊക്കെ കടന്ന് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ചൊരു ടെൻഷനായെങ്കിലും ബോർഡറൊക്കെ കടന്നു കേട്ടോ. അങ്ങനെ രാത്രിയായി. ഞങ്ങൾ ഒരു 9 മണി ഷാർപ്പാകുമ്പോഴേക്കും ഞങ്ങൾ കറക്റ്റ് ബോർഡറൊക്കെ കടന്നു കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം ഒരു ചെറിയ വിശപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഒരു എന്താ പറയുക ഇവിടെ ബോർഡർ കിടക്കുമോ എന്നുള്ള ടെൻഷനിൽ വന്നുകൊണ്ട് ആരും മിണ്ടാതിരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിൽട്ടണിൽ പോയിട്ട് എല്ലാവരും നല്ലോണം ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചതാ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ക്ഷീണമൊക്കെ ആയിട്ടുണ്ടേ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഷോപ്പിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. അപ്പോൾ ഒരു ലോങ് വീഡിയോ ആവുന്നതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.